ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടാട്ടുപാറയിലേക്കാണ് കേട്ടോ. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കോതമംഗലം താലൂക്കിൽപ്പെട്ടൊരു കുഗ്രാമമാണ് ഞാനീ പറഞ്ഞ വടാട്ടുപാറ. കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന വടാട്ടുപാറ ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. പെരിയാറിൻ്റെ മനോഹാരിതയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു നാടാണിത്. കോതമംഗലത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് വടാട്ടുപാറയിലേക്ക് എത്താം. കഴിഞ്ഞ ഞായറാഴ്ച വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു തോന്നൽ, എവിടേക്കെങ്കിലും പോയാലോ എന്ന്. ഉടനെ ബൈക്കും എടുത്ത് ഞാൻ പുറപ്പെട്ടു. ഭൂതത്താൻകെട്ട് കടന്ന് ഏകദേശം 8 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ വടാട്ടുപാറയിലെത്തിയത്. പോകുന്ന വഴിയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയോ മറ്റു മൃഗങ്ങളെയോ കാണാൻ സാധിക്കും. ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത് ഞാൻ കാടിനുള്ളിലൂടെ പുഴയോരത്തേക്ക് നടന്നു. ഒറ്റക്കായതുകൊണ്ട് മനസ്സിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള കാടുകളിൽ ഒന്നാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്ത്. നിങ്ങൾക്ക് അധികം സഞ്ചരിക്കാതെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ ശിക്കാരി ശംഭു എന്ന സിനിമ ഉണ്ടല്ലോ, അതിന്റെ ലൊക്കേഷനായിട്ട് ഇവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം തന്നെ ആനയുടെ കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടെ ഉണ്ട്. ഞാൻ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദൂരം കാട്ടിലൂടെ നടന്നു. ഏത് വേനൽക്കാലത്ത് വന്നാലും ഈ പുഴയിൽ എപ്പോഴും ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഏത് സീസണിലും സഞ്ചാരികൾക്ക് ഇവിടെ വരാവുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ ഒടുവിൽ പുഴയോരത്ത് എത്തിയട്ടാ. ശരിക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരു സൗന്ദര്യമാണ് ഇവിടെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് ധൈര്യമായിട്ട് ക്യാമ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പുഴയുടെ ഭാഗം ഒരല്പം ആഴം കൂടിയ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്തവരും മറ്റു കുട്ടികളും ഒന്നും ഇവിടെ ദയവ് ചെയ്ത് കുളിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾക്ക് സേഫായിട്ട് കുളിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ മാത്രമേ നിങ്ങൾ കുളിക്കാൻ ഇറങ്ങാവൂ. ഈ പുഴയുടെ മറുഭാഗവും കൊടുങ്കാട് തന്നെയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ ആനകൾ എപ്പോഴും ഈ പുഴ നീന്തി ഇപ്പുറത്തേക്ക് വരാറുണ്ട്. ഈ പുഴയിൽ ആറ്റുവാള, രോഹു, കുയിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റി വലിയ വലിയ മീനുകളുണ്ട്. നമ്മളെപ്പോൾ ഇവിടെ വന്നാലും ഇവിടുത്തെ നാട്ടുകാരെങ്കിലുമൊക്കെ തന്നെ എപ്പോഴും ഇവിടെ ചൂണ്ടിടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഈ കാണിക്കുന്ന ഏരിയയിൽ നിങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ധൈര്യമായിട്ട് കുളിക്കാനിറങ്ങാം.
മഴക്കാലമായതിനാലാണ് ഇവിടെ ഈ ഒഴുക്ക്. എന്നാൽ പോലും ഇവിടെ അപകട സാധ്യത തീരെയില്ല കേട്ടോ. നിങ്ങൾ വരുമ്പോൾ ഭക്ഷണം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നോ വാങ്ങിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഇവിടെ സ്റ്റേ ചെയ്യാം. വൈകുന്നേരം ഏകദേശം 4 മണിക്ക് മുന്നേ ആയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുക. കാരണം 4 മണിക്ക് ശേഷം ആന ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടേതായ ഭക്ഷണത്തിൻ്റെയും മറ്റു വേസ്റ്റുകളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പ്രകൃതി നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹം തിരിച്ചും നമ്മൾ കാണിക്കുകയാണെങ്കിൽ വരുന്ന തലമുറക്കും ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏകദേശം 4 മണിയോടുകൂടി ഞാൻ പുഴയോരത്തു നിന്നും മടങ്ങി. ഇവിടെ നിന്നും ഞാൻ ഏകദേശം 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് വടാട്ടുപാറക്കുത്ത് എന്ന അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നതിന് ശേഷം കാണാം. ശരിക്കും ഒരു അടിപൊളി വെള്ളച്ചാട്ടം തന്നെ ഉണ്ട്. 3 തട്ടുകളായിട്ടാണ് എനിക്ക് ഈ വെള്ളച്ചാട്ടം ഫീൽ ചെയ്തത്. പ്രായമായവർക്കൊക്കെ മുകളിലെ ഭാഗത്ത് നിന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ പറ്റും. മറ്റുള്ളവർക്കൊക്കെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള വഴികളും സൈഡിലൂടെ ഉണ്ട്. ഈ വെള്ളച്ചാട്ടം ചെന്ന് വീഴുന്ന സ്ഥലം ശരിക്കും ഒരു പൂള് പോലെയാണ് എനിക്ക് തോന്നിയത്. കുട്ടികളും മുതിർന്നവരും ഇവിടെ ചാടിയും തീറ്റിയും കുളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒട്ടും അപകട സാധ്യത ഇല്ലാത്തൊരു വെള്ളച്ചാട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. മഴക്കാലവും തുടർന്ന് ഏകദേശം 1-2 മാസത്തേക്ക് മാത്രമേ ഈ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കണമെന്നുള്ളവർ മഴക്കാലത്ത് തന്നെ ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വെള്ളച്ചാട്ടവും കണ്ട് ഞാൻ തിരിച്ച് ഭൂത്താൻകെട്ടിലേക്ക് പോയി. അവിടെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിട്ടുള്ളതിനാൽ ധാരാളം ചൂണ്ടക്കാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഈ ഡാമിൻ്റെ സൈഡിലുള്ള ഒരു ചായക്കടക്കാർ ഈ കാടിനുള്ളിലൂടെ ഒരു 2 മണിക്കൂറത്തെ ജീപ്പ് സഫാരി നടത്തുന്നുണ്ട് കേട്ടോ. 8 പേർക്ക് 2000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് കൂടാതെ ഇവർ തന്നെ മാമലക്കണ്ടത്തേക്ക് ജീപ്പ് സഫാരി വെക്കുന്നുണ്ട്. അതിൻ്റെ ടൈം ഏകദേശം 6 മണിക്കൂറാണ് പറയുന്നത്. 8 പേർക്ക് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്യുന്നത് 6000 രൂപയാണ്. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് ഈ ടീ ഷോപ്പുമായി കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരത്തോടുകൂടി ഞാൻ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.